രാവണനെന്നതു കേൾക്കും നേരം ദേവകളൊക്കെ വിറച്ചിയിടുന്നു. തുള്ളൽപ്പാട്ടുകാരനായ കുഞ്ചൻ നമ്പ്യാരുടെ ഈ വരികൾ കേട്ടിട്ടില്ലാത്ത മലയാളി ഉണ്ടാവുമോ? സംശയമാണ്. രസികരാജാവായിരുന്ന കുഞ്ചൻ നമ്പ്യാർ തുള്ളൽപ്പാട്ടുകൾക്കുള്ള വക തേടിയ വേളയിൽ ദൈവങ്ങളെപ്പോലും വെറുതെ വിടാതിരുന്നത് അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നത് കൊണ്ടാണെന്ന് ആരും പറയില്ല. രാമനൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാളുമേറെയോ രാവണനെ ആരാധിച്ചിരുന്ന ദ്രാവിഡ വീരസ്യവും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാവാനിടയില്ല. മറിച്ച് കടുത്ത വിമർശകരുടെയും ദോഷൈക ദൃക്കുകളുടെയും വരെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരറിയാതെ തന്നെ ഒരാരാധന സൃഷ്ടിച്ചെടുക്കാൻ പോകുന്ന പുരുഷ തേജസ്സും പ്രതിനായക സങ്കല്പങ്ങളുടെ അവസാന വാക്കുമായിരുന്നു ലോകൈക വീരനായ രാവണൻ. ഒന്നോർത്താൽ അതുകൊണ്ടായിരുന്നു, അഥവാ അതുകൊണ്ട് മാത്രമായിരുന്നു രാവണന്റെ പേര് കേൾക്കുന്ന മാത്രയിൽ തന്നെ പേടിച്ചു വിറച്ച് കട്ടിലിനടിയിലും തട്ടിൻപുറത്തുമൊക്കെ ഒതുങ്ങിപ്പതുങ്ങി ഒളിച്ചിരിക്കാൻ മത്സരിച്ചോടിയ ദേവന്മാരെന്ന വരേണ്യവർഗത്തെ തുള്ളൽപ്പാട്ടുകാരൻ കണക്കിന് കളിയാക്കി വിട്ടത്. പക്ഷെ അപ്പോഴും ഒന്നുണ്ട്, ദേവന്മാരായ ദേവന്മാരെയെല്ലാം മുള്ളയിൽ നിർത്തി വിറപ്പിക്കുകയും ദേവന്മാരുടെ പേടിച്ചോട്ടം കാണുകയാണ് തൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത രാവണൻ മുട്ടയിൽ നിന്ന് ഭജിച്ചിരുന്നത് ഒരു ദേവനെ തന്നെയായിരുന്നു എന്നതും ചിന്തോദ്ദീപകമായ ഒരു വിധി വൈപരീത്യം. അതെ, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ എക്കാലത്തെയും ഏറ്റവും വലിയ ശിവഭക്തൻ ആരെന്ന് ചോദിച്ചാൽ രാവണൻ എന്നതാവില്ലേ ഏറ്റവും ഉത്തമമായ ഉത്തരം? അതെ, അതാണ് ശിവൻ. ത്രിമൂർത്തികളിലെ തന്നെ തങ്കത്തിടമ്പായ തിങ്കൾ കലാധരൻ. ഗംഗയെ മുടിയിൽ ചൂടുകയും പുലിത്തോലണിയുകയും ശ്മശാനത്തിൽ വരെ വസിക്കുകയും ചുടലച്ചാരം വാരിപ്പൂശാൻ മടിയുമില്ലാത്ത മഹാദേവൻ. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായ ആ പരമശിവൻ ദേവന്മാരുടെ നിരയിലെ വീരവിരാട് സ്വരൂപനാണെങ്കിൽ നമ്മുടെ ആനക്കേരളത്തിലുമുണ്ട് അരനാഴിക നേരം കൊണ്ട് ആരെയും തൻ്റെ അടിമയും ആരാധകനുമാക്കി മാറ്റുന്ന ഒരസാധ്യ ശിവൻ, ഒരാന പരമപൂരുഷൻ. ആനക്കേരളത്തിൻ്റെ ആരോമലുണ്ണിയും അക്ഷരനഗരിയുടെ നക്ഷത്രശോഭയുമായ ശിവൻ. തിരുവിതാംകൂറിൻ്റെ തിരുവാഭരണവും തിരുനക്കരയുടെ തിരുമുൽക്കാഴ്ചയുമായവൻ, തിരുനക്കര ശിവൻ. ശിവന്റെ ജീവിതപാതകളിലേക്ക് ഇപ്പോഴിതാ പുതിയൊരു സുവർണ അധ്യായം കൂടി. തിരുനക്കര ശിവനെന്ന യുവരാജാവിനും ഗജകേസരി യോഗം, അല്ല പട്ടാഭിഷേകം. നാടിന്റെ സ്വന്തം പുത്രൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു പരിഗണനയാണോ കൊടുത്തത്, അതോ തിരുനക്കര ശിവൻ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു പട്ടം കൊടുക്കാൻ തീരുമാനിച്ചത്? ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ആന 2 പതിറ്റാണ്ടായി കോട്ടയത്ത് വന്ന കാലം മുതൽ ഏതാണ്ട് ഐമനം ക്ഷേത്രത്തിലെ എല്ലാ ഉത്സവങ്ങൾക്കും പങ്കെടുക്കുകയും അതുപോലെ തന്നെ അത് വന്നതിന് ശേഷം ഒരു 3-4 കൊല്ലങ്ങൾക്ക് ശേഷം തൊട്ട് മുടങ്ങാതെ എല്ലാ വർഷവും ആറാട്ടിന് തടമ്പേറ്റുകയും ചെയ്യുന്നത് തിരുനക്കര ശിവനാണ്. അപ്പം ഈ കഴിഞ്ഞ കൊല്ലം തൃശ്ശൂർ പൂരത്തിനുമൊക്കെ പങ്കെടുക്കുകയും അതുപോലെ തന്നെ നല്ലൊരു അംഗീകാരം കിട്ടുകയും ചെയ്ത സ്ഥിതിക്ക് ആദ്യമായിട്ടൊരു അംഗീകാരം ഐമനം പൗരാവലി തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ഉപദേശ സമിതി തന്നെ കൊടുക്കണം എന്നൊരു താല്പര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഈ കൊല്ലം തീർച്ചയായിട്ടും അത് കൊടുത്ത് അങ്ങനെ ഒരു പട്ടം കൊടുക്കുകയും അതിന് തീരുമാനമെടുക്കുകയും ചെയ്തത്. അതിന് നമ്മൾ ക്ഷേത്രോപദേശ സമിതിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായിട്ട് ആലോചിക്കുകയും അതുപോലെ തന്നെ തിരുനക്കര ക്ഷേത്രോപദേശ സമിതിയുമായിട്ട് ആലോചിക്കുകയും ചെയ്തു. അങ്ങനെ പൗരാവലിയും അതിനകത്ത് എല്ലാ വിഭാഗം, അതായത് കോട്ടയം ജില്ലയിലെ എല്ലാ ശിവൻ്റെ ആരാധകരെല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ആരാധകരായിട്ടുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അതൊരു വിപുലമായിട്ടുള്ള ചടങ്ങായിട്ടാണ് തന്നെ നമുക്ക് നടത്തണം എന്നൊരാഗ്രഹം ഉണ്ടാവുകയും അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളത് ചെയ്തത്.